ഏറ്റവും പെട്ടെന്ന് ഡിപ്രഷൻ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് സിനിമാ മേഖല. ഇത് മറ്റുള്ള മേഖലയ്ക്കൊക്കെ പിന്നെയും കുറച്ചൊരു സമയമുണ്ട്. ഇത് നമുക്ക് ഒരു പടത്തിൽ അഭിനയിച്ചു, നമ്മൾ രാവിലെ തന്നെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡിപ്രഷൻ മൂഡിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു അല്ലേ സിനിമാ മേഖല. ചിലർ വിചാരിക്കും ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. അത് സിനിമ എന്നല്ല, ഇപ്പൊ എന്ത് കാര്യങ്ങളാണ് എല്ലാ മേഖലയിലും ഭയങ്കര ഈസി ആണ് എന്ന് വിചാരിച്ചു വരുന്നവരാണ്. ഒരു ചാൻസ് കിട്ടി, ഓക്കെ അപ്പൊ ഇനിയും കിട്ടിക്കോളും എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. ആ കഥ കേട്ടപ്പോൾ അതിന്റെ ഒരു 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 പറഞ്ഞു പോകുന്നതും അത് എൻഡ് ചെയ്യുന്നതും ഒക്കെ കേട്ടപ്പോൾ ഇതൊരു ഡിഫറൻറ്റ് സാധനമാണല്ലോ എന്ന് വിചാരിച്ചു. പോലീസ് വേഷം പൊതുവെ കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയ മടുപ്പ് വരും. കാരണം ടിപ്പിക്കൽ ടൈപ്പ് കാസ്റ്റ് ആയി പോകും. കാരണം ഒരു തവണ പോലീസ് ചെയ്താൽ പിന്നെ കണ്ടിന്യൂസ് പോലീസിനെ വിളിക്കുന്നു. പിന്നെ ഇതിലൊക്കെ ഉപരി എന്നും രാവിലെ എഴുന്നേറ്റ് ഷേവ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പോലീസ് എന്ന് പറയുമ്പോൾ പയ്യ ഞാനേ ഇപ്പൊ ലുക്ക് എന്റെ വേറൊരു രീതിക്ക് ഇരിക്കുകയാണ്. നമുക്ക് അടുത്ത പടത്തിൽ നോക്കാന്നൊക്കെ പറഞ്ഞ് പോലീസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉഴപ്പും ചെറുതായിട്ട്. ദിനേശ് പറഞ്ഞ പോലെ പതിയെ ഒന്ന് ഒഴിഞ്ഞു മാറാം, പോലീസ് ചെയ്യണ്ട, പോലീസ് അല്ലാത്ത വല്ല ക്യാരക്ടർ ഉണ്ടോ എന്ന് ചോദിക്കാം. ഷെയ്നിനെ കുറിച്ചിട്ട് ഇങ്ങനെ പല ഞാൻ ഷെയ്നിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഷെയ്ൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പലരും ഇതുപോലെ ഇത് പറയുമല്ലോ. പക്ഷെ അതിൽ നിന്നൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കാണിച്ചത്. അപ്പോൾ ഷെയ്ൻ ഇതിനേക്കാളും കമ്പനി ആയിട്ടുള്ള ഒരാൾ നമ്മളോട് ഭയങ്കര സഹകരണം. ആസ് എൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഷൈൻ്റെ ഒരു വലിയ ഗ്രോത്ത് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അതാണ് ചില സീനിലൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ആ ഒരു പയ്യൻ പോലീസ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമ്മുടെ ധാരണ. പക്ഷെ അതല്ല, അതിനെ മാറ്റിമറിച്ച പുള്ളിയുടെ ശരിക്കും ആ ഒരു പക്വത, ഒരു വളരെ ബോൾഡായിട്ടുള്ളൊരു പോലീസ് ഓഫീസറായിട്ട് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടും. ഒരു ഇൻബോൺ ആർട്ടിസ്റ്റ് തന്നെയാണ് അദ്ദേഹം. എന്റെ നാട്ടിൽ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പള്ളി ഞാനിങ്ങനെ സിനിമാടനായിട്ട് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞേച്ച് മദ്രാസിൽ പോയി കിടക്കുന്നു പറഞ്ഞ് നാട്ടിൽ തിരിച്ചു വരുമ്പോഴത്തേനും കളിയാക്കും. അല്ല, മദ്രാസിൽ പോയത് എന്തിനാ? ആ സിനിമയിലാണ് അല്ല അത് ഔട്ടാക്കുന്നതാണ്. മറ്റേ പ്രേംനസീറിനെ ഔട്ടാക്കാൻ പോയ പാർട്ടി അതേ പോകുന്നത്, അങ്ങനെ പറയായിരുന്നു. അഭിനയത്തിൻ്റെ കാര്യത്തിൽ എന്നെ ഞാൻ രജിസ്റ്റർ ആയത് വരത്തൻ എന്ന സിനിമ അമൽ നീരദ് സംവിധാനം. ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ നമുക്ക് പാർക്കാൻ എന്ന സിനിമ അജി ജോൺ സംവിധാനം ചെയ്ത സിനിമ. ആദ്യമായിട്ട് ഡബ് ചെയ്ത നാറാണത്ത് തമ്പുരാൻ വിജി തമ്പി. പക്ഷേ ഡബിങ്ങിൽ എന്നെ അറിയപ്പെട്ടത്, അതായത് മലയാള സിനിമയിൽ ശോഭി തിലകൻ എന്നൊരു ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് അറിയപ്പെട്ടത് ബാലേട്ടൻ എന്ന സിനിമയാണ്. തിയേറ്ററിൽ വലിയ വിജയമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഹായ്, ഹലോ, നമസ്കാരം. സൈനസദ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ദൃഢം എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ആണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. മലയാളത്തിലെ ക്രൈം ത്രില്ലർ സിനിമകൾക്ക് എപ്പോഴും ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. അതിപ്പോ കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും മലയാളത്തിലെ ക്രൈം ത്രില്ലർ സിനിമകൾ വീണ്ടും വീണ്ടും നമ്മുടെ OTT പ്ലാറ്റ്ഫോമിലാണെങ്കിലും മറ്റ് ലാംഗ്വേജിലുള്ളവരൊക്കെ കാണാറുണ്ട്. സോ വീണ്ടും ഒരു ക്രൈം ത്രില്ലർ വരുന്നു. എന്താണ് ദൃഢം മറ്റ് ക്രൈം ത്രില്ലറിൽ നിന്നൊക്കെ വ്യത്യസ്തമാവുന്നത്? എന്താണ് പ്രേക്ഷകർക്ക് ഈ സിനിമ നൽകാൻ വേണ്ടി പോകുന്നത്? ഡയറക്ടേഴ്സ് തുടങ്ങാം. എല്ലാവരും അങ്ങോട്ടാ നോക്കാം. ദൃഢം എന്താ ഷെയ്ൻ ചെയ്യുന്ന ക്യാരക്ടർ വിജയ് രാധാകൃഷ്ണന്റെ ക്യാരക്ടർ ഒരു ചെറുപ്പക്കാരനായിട്ട് ഒരാളാണ്. പുള്ളിയുടെ സർവീസിൽ ആദ്യത്തെ പോസ്റ്റിംഗ് ആയിട്ട് പുള്ളി സ്റ്റേഷനിലേക്ക് ചാർജ് എടുക്കാൻ വരുന്നു. പുള്ളി അവിടെ ചാർജ് എടുത്തു കഴിഞ്ഞ് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് പുള്ളി എങ്ങനെ സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുള്ളി എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നതാണ് ദൃഢം മെയിനായിട്ട്. പുള്ളിയുടെ ക്യാരക്ടറിന്റെ ഒരു ഇമോഷൻസിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു പടമാണ്. നമ്മളതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഫ്ലേവറും കൂടെ ചേർത്ത് കഥ പറഞ്ഞു പോകുന്നു. അതാണ് ദൃഢം. ഈ പോലീസ് വേഷങ്ങള് മലയാള സിനിമയിൽ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ദൃഢത്തിൽ വരുമ്പം ഞങ്ങൾ ട്രെയിലർ കാണുന്ന സമയത്ത് ഇപ്പൊ ഇതിലെ ഓരോ ക്യാരക്ടറും ഇപ്പോൾ ഒരുപാട് വർഷം സ്റ്റേഷനിൽ വർക്ക് ചെയ്തവർ തൊട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന പോലീസ് വരെ ഉണ്ട്. ഇത്ര ആൾക്കാരെ ആ വേഷത്തിന് കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ മലയാളത്തില്. ഇത്ര പേരെ നമുക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ആസ് എ ഡയറക്ടർ എന്ന രീതിയിൽ? എനിക്ക് ഷെയ്നിന്റെ കൂടെ ഒരു ടീമായിട്ടാണ് ഇവർ നിൽക്കുന്നത്. അപ്പം എനിക്ക് പുതിയൊരു ഫ്രഷ് ഒരു ടീം വേണം നിൽക്കുന്നത്. കാരണം നമ്മള് ചിലപ്പോൾ യൂഷ്വൽ കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ലാതെ ഒരു മൊത്തത്തിൽ ഫ്രഷ്നസ് കാസ്റ്റിംഗ് കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവരിലേക്കൊക്കെ എത്തുന്നത്. പിന്നെ ഇവരോട് ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ദിനേശനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, കൃഷ്ണപ്രവേശിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഷോയിച്ചനോട് റാമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. രമേശ് ചേട്ടനോട് മാത്രമേ വർക്ക് ചെയ്യാത്തുള്ളൂ. പക്ഷെ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറായിരുന്നു. അങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്. ലോണോടുകൂടി ശരിക്കും ദൃഢ സിനിമ നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം ട്രെയിലർ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇതൊരു അടിപൊളി പടമായിരിക്കും, ഹിറ്റ് സമ്മാനിക്കാൻ പോകുന്ന ഒരു പടമായിരിക്കും നമുക്ക് ഫീൽ ഉണ്ട് കാണുമ്പോൾ. നിങ്ങൾക്ക് എങ്ങനെയാ ഈ കഥ കേൾക്കുമ്പോൾ എങ്ങനെ ഈ പടത്തിൽ ഇന്നാവുന്ന എങ്ങനെയാ? 4 പേരോട് കാണുന്നവര് പറയട്ടെ. ഇങ്ങനെ ഒരു സിനിമയുടെ ഇത് കാര്യം പറഞ്ഞ് സാറിന് സംസാരിക്കുമല്ലോ. ഞാൻ പൊതുവിൽ അങ്ങനെ
വലിയ കൂടുതൽ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കാനോ ഒന്നും പോകാറില്ല. സിനിമയ്ക്ക് വിളിച്ചാൽ ഡേറ്റ് ഒഴിവുണ്ടെങ്കിൽ റെഡി എന്ന് പറയുക, അങ്ങനെ ഒരു രീതിയാണ്. അപ്പം പ്രത്യേകിച്ച് ഇതിന് പിന്നിൽ വേറൊരു വലിയൊരു ഇതുണ്ട്. അതിൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ളത് ജിത്തു ജോസഫ് സാറാണെന്നുള്ളൊരു ഇത് വന്നപ്പം അതെനിക്കൊരു വലിയൊരു ഇതായിട്ട് തോന്നി. പിന്നെ വേറെ രണ്ടാമതൊന്നും ആലോചിച്ചൊന്നുമില്ല, ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിതിലേക്ക് വരുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഡയറക്ടറാണെന്നൊരിക്കലും മനസ്സിനിണങ്ങിയ, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് എന്താ മാനസികമായിട്ട് നമുക്കൊരു സന്തോഷം വരുമ്പോഴാണല്ലോ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൂടുതലും ഇതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്താണെന്നൊരിക്കലും നമുക്ക് തോന്നി ആ ഷോട്ട് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ തോന്നി അത് ശരിയായാലും ഒന്നുകൂടെ വേണമെന്ന് നമുക്ക് തോന്നുന്ന അവസരത്തിൽ അപ്പം തന്നെ നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കും. അങ്ങനെ ഒരു വലിയൊരു പല സന്ദർഭത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതൊരു വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അപ്പൊ എല്ലാ സന്ദർഭങ്ങളിലും റീടേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലല്ല, അത് ഉണ്ടെങ്കിലും അത് നല്ലതല്ലേ. നമ്മളെന്തിനായി സ്വർണം എന്ന് പറയുന്ന സാധനം മാറ്റൊരുക്കി നീറ്റും തോറുവാണല്ലോ അതിന് മാറ്റം കൂടുന്നത്. അപ്പൊ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഓരോ ഇതിലും വരുമ്പം നന്നാകുമെന്നുള്ളവരോടല്ലേ വീണ്ടും നന്നാകുന്നു പോയി. ഇതിന്റെ ഇപ്പൊ അപ്പുറത്ത് നന്നാകത്തില്ലെന്നവരോട് ഇതുകൊണ്ട് സമയം കളയും, ഇനി വെറുതെ സമയം കളയണ്ട, നമുക്ക് അടുത്തയിലേക്ക് പോകാമെന്ന് പറയുന്നത് നന്നാകുമെന്ന് പ്രതീക്ഷയുള്ളതിലാണ് കൂടുതൽ അന്വേഷണം നടത്തുന്നത് അല്ലേ? ശരിയാ. നിങ്ങൾ മൂന്നേരം എങ്ങനെയാ ഈ പടത്തില്? ഒന്നാമത്തെ ഈ ടീമാണ്, നേരത്തെ അറിയാവുന്ന ടീമായിരുന്നു. മാർട്ടിനെ നമുക്ക് ദൃശ്യം 2 മുതൽ എനിക്ക് പരിചയമുണ്ട് മാർട്ടിനെ. പിന്നെ ജീതു സാറാണ് പ്രൊഡ്യൂസർ, E4 അവർ രണ്ടുപേരുമാണ് പ്രൊഡ്യൂസേഴ്സ് എന്നുള്ളത്. അത് തന്നെ ഏതൊരു ആർട്ടിസ്റ്റും നോക്കുമ്പോൾ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് പ്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. പിന്നെ ഒന്ന് ഈ ടീമിനോടൊപ്പം വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ ചൂസ് ചെയ്യുന്നു, വിളിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ രമ്യ സുരേന്ദ്രൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. കുറച്ച് ത്രൂ ഔട്ടുള്ള ക്യാരക്ടറുമാണ്. ഇവര് അവരുടെ സർവീസിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയറും ഒക്കെയാണ്. എന്ന് വെച്ചാൽ ഇതിനു മുൻപ് മെച്ചുവേർഡ് അല്ലായിരുന്നു എന്നല്ല, പക്ഷെ കുറച്ച് മെച്ചുവേർഡ് ക്യാരക്ടർ, ഒരു ഇമോഷണലി ഒക്കെ ഉള്ള ഒരു ഇതിലൂടെ പോകുന്ന ഒരു ക്യാരക്ടറുമാണ്. അപ്പൊ മുഹൂർത്തങ്ങളിലൂടെ പിന്നെ ഈ ഒരു ടീം ഇപ്പൊ നിങ്ങൾ എന്താണോ കാണുന്നത് അത് തന്നെയായിരുന്നു. ഇതിന്റെ ഡബിൾ ആയിരുന്നു സെറ്റില്. നല്ല എൻജോയ്മെന്റ് ആയിരുന്നു, നല്ല ടൈം പാസ് ആയിരുന്നു. അതൊക്കെ തന്നെയാണ് മെയിൻ. അല്ല, ഈ കൃഷ്ണപ്രഭ പറഞ്ഞ പോലെ ഈ കോള് ഫസ്റ്റ് വരുന്നത് ഈ ടീമിന്റെ അടുത്ത് നിന്നുള്ള ജിത്തു സാറിന്റെ അസോസിയേറ്റ് പറഞ്ഞ പോലെ ദൃശ്യം 2 ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാം. അപ്പോൾ ആ ടീമിൽ നിന്ന് കോള് വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓക്കെയാണ് പടത്തിന് വേണ്ടി. പടത്തിന്റെ കഥയോ അങ്ങനെ കാര്യങ്ങളൊന്നും കേട്ടില്ല. പക്ഷെ മാർട്ടിൻ കൃത്യമായിട്ട് ആദ്യം തന്നെ വിളിച്ച് കഥയെക്കുറിച്ച് പറഞ്ഞു. കഥ കേട്ടപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി. ഓക്കെ, കാരണം പോലീസ് വേഷം എന്ന് പൊതുവെ കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയ മടുപ്പ് വരും. കാരണം ഒരു ടിപ്പിക്കൽ ടൈപ്പ് കാസ്റ്റ് ആയി പോകും. കാരണം ഒരു തവണ പോലീസ് ചെയ്താൽ പിന്നെ കണ്ടിന്യൂസ് പോലീസിനെ വിളിക്കുന്നു. പിന്നെ ഇതിലൊക്കെ ഉപരി എന്നും രാവിലെ എഴുന്നേറ്റ് ഷേവ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പോലീസ് എന്ന് പറയുമ്പോൾ പയ്യ ഞാനേ ഇപ്പൊ ലുക്ക് എന്റെ വേറൊരു രീതിക്ക് ഇരിക്കുകയാണ്. നമുക്ക് അടുത്ത പടത്തിൽ നോക്കാന്നൊക്കെ പറഞ്ഞ് പോലീസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉഴപ്പും ചെറുതായിട്ട്. അപ്പോൾ ഇത് കഥ കേട്ടപ്പോഴും ഓക്കെ, സംതിങ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഞാനും ഇതുപോലെ ചോദിച്ചു ആരാണ് മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ചോദിച്ചപ്പോൾ മാർട്ടിനെല്ലാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞത് ഇന്ന ആളാണ്. അതായത് ഇങ്ങനെ നന്ദനുണ്ണി ഉണ്ട്, വിനോദ് ബോസ് ഉണ്ട്, ശോഭി ചേട്ടനുണ്ട്, രമേശ് ചേട്ടനുണ്ട്. അപ്പോൾ ഇവരൊക്കെ അറിയുന്ന ഈ രമേശ് ചേട്ടനെ അറിയാം, ഞാൻ പറഞ്ഞ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സിനിമയുടെ സെറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആ ടീം സെറ്റാണെങ്കിൽ നമ്മുടെ വർക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആവും. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ മുതൽ പെട്ടെന്ന് തന്നെ എല്ലാവരും, കാരണം കൂടുതൽ സീനുകൾ ഈ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു ടീം പെട്ടെന്ന് അങ്ങ് സെറ്റായി. പിന്നെ ഞങ്ങൾ ഷൂട്ടിങ് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഷെയ്നിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഷെയ്ൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഷെയ്ൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പലരും ഇതുപോലെ ഇത് പറയുമല്ലോ. പക്ഷെ അതിൽ നിന്നൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ചെന്നപ്പോൾ ഷെയ്ൻ ഇതിനേക്കാളും കമ്പനി ആയിട്ടുള്ള ഒരാൾ, നമ്മളോട് ഭയങ്കര സഹകരണം, സെറ്റിൽ ഭയങ്കര സഹകരണം, എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി. അപ്പോൾ ഞങ്ങൾ ഈ വ്യക്തിനെ കുറിച്ചിട്ടാണോ നമ്മളിങ്ങനെയൊക്കെ കേൾക്കുന്നത് എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ അവനും ഭയങ്കരമായിട്ട് ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു നല്ലൊരു ക്ലൈമറ്റ് ഉള്ള ഒരു സമയത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇഷ്ടം പോലെ ചക്ക, മാങ്ങ, കപ്പങ്ങ, വാഴപ്പഴം, പിന്നെ ഇടവേളകൾ ആനന്ദപ്രദമാക്കാൻ വേണ്ടി ഞങ്ങൾ പാട്ട് പാടുന്നു, ചീട്ട് കളിക്കുന്നു. സ്പീക്കർ വിത്ത് മൈക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതല്ല, മഴക്കാലത്തെ ഷൂട്ട് ചെയ്തത്. അപ്പൊ ചില സമയത്ത് മഴ കാരണം കൊണ്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റ് കലാപരിപാടികളൊക്കെ. സിനിമയെ കുറിച്ച് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു SI ചാർജ് എടുക്കാൻ വരുന്ന ഒരു സ്ഥലത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസുകാരായിട്ടാണ് ഞങ്ങൾ
അപ്പോൾ ഒരു കുഴപ്പങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരു ഗ്രാമം, ഇദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നു, പിന്നെ അതിന്റെ പിന്നാലെ പോകുമ്പോൾ ഓരോ കോംപ്ലിക്കേഷൻസ് വരുന്നു, അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമ. ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചാൽ എല്ലാം ഇത് ഞാൻ പറയാൻ വെച്ചിരുന്ന ഇതെല്ലാം, അതായത് ഈ പറഞ്ഞ പോലെ പോലീസ് വേഷം ചുരുക്കിയത് ഈ പോലീസ് വേഷം ചെയ്ത് മടുത്തിരിക്കുന്ന ഒരു സമയത്താണ് ഇതിന്റെ വിളി വരുന്നത്. അപ്പൊ ഈ ദിനേശ് പറഞ്ഞ പോലെ പതിയെ ഒന്ന് ഒഴിഞ്ഞു മാറാം, പോലീസ് ചെയ്യണ്ട, പോലീസ് അല്ലാത്ത വല്ല ക്യാരക്ടർ ഉണ്ടോ എന്ന് ചോദിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇത് മാർട്ടിൻ ഇതിന്റെ കഥ പറയുന്നത്. അപ്പൊ ഞാനത് തിരഞ്ഞെടുക്കാനുള്ള കാരണം അത് എൻ്റെ ആ പോലീസ് ചെയ്യണ്ട എന്നുള്ള തീരുമാനം മാറ്റിയത് ഈ കഥയാണ്. പ്രത്യേകിച്ചും ഒരു നല്ല മെസ്സേജുള്ളൊരു സിനിമയാണ്. അതിപ്പോൾ പോലീസായാലും ഏത് മേഖലയിലായാലും എല്ലാവർക്കും പുതിയതായിട്ട് ഒരു തുടക്കം കുറിക്കുന്ന ഒരാൾക്ക് അവരുടെ പ്രവർത്തന മേഖലയിൽ വരുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് ഇതിനകത്തോട് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല, എല്ലാവർക്കും ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രവർത്തന മേഖല എന്ന് മാറ്റി ഒരു ജീവിതമായാൽ പോലും നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മുടെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും. പല കാര്യങ്ങളിലും നമുക്ക് പല പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു പോലീസ് ഓഫീസർ വരുന്നു, അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ വളരെ ബോൾഡായിട്ടുള്ള തീരുമാനമെടുക്കുന്ന ഒരു സംഭവമാണ്. ആ തീരുമാനം എടുക്കേണ്ട സ്ഥലത്ത് എടുക്കണം എന്നുള്ളതാണ് ഇതിനകത്തൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ കഥ കേട്ടപ്പോൾ അതിൻ്റെ ഒരു പറഞ്ഞ് പോകുന്നതും അത് എൻഡ് ചെയ്യുന്നതും ഒക്കെ കേട്ടപ്പോൾ ഇതൊരു ഡിഫറൻറ്റ് സാധനമാണല്ലോ എന്ന് വിചാരിച്ചു. തന്നെയല്ല, എനിക്ക് തോന്നുന്നു സിനിമയിൽ ആദ്യമായിട്ടാണ് ഇത്രയും മുഴുനീള ക്യാരക്ടർ പോലീസ് ചെയ്യുന്നത്. ബാക്കിയുള്ള സിനിമകളിലൊക്കെ പോലീസ് ക്യാരക്ടർ ചെയ്തേക്കുന്നത് ചിലപ്പോൾ ഒരു 7-8 സീൻ, 10 സീൻ, മാക്സിമം 10 സീൻ, അതിൽ കൂടുതലും ചിലപ്പോൾ ഒരു 15 സീൻ കാണുമായിരിക്കും, അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഒരു ലെങ്തി ഒരു ക്യാരക്ടർ, ത്രൂ ഔട്ട് ക്യാരക്ടർ. പിന്നെ ജിത്തു സാർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അസോസിയേറ്റ് മാർട്ടിൻ എന്തായാലും മോശമാവില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ എല്ലാവരും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ട്, അതെ, എന്താ പറയുക, അതിന് നമ്മുടെ ഒരു കുടുംബമായിട്ട് മാറി. നമ്മളെല്ലാവരും ഒരു കുടുംബമായിട്ട് മാറി. വലിപ്പച്ചെറുപ്പം ഇല്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് പോളിസി ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്യാപ്റ്റൻ, അതായത് മാർട്ടിൻ, ഞങ്ങളെ എല്ലാവരെയും വളരെ കൂളായിട്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനം ഞങ്ങളിൽ നിന്ന് കവർന്നെടുത്തു എന്ന് പറയാം. ഈ ഡ്രീം സിനിമ, റിയൽ സിനിമ എന്ന് പറയാമല്ലോ. ഇപ്പൊ സിനിമയെ നിങ്ങളെ പുറത്തുനിന്ന് കണ്ട ആൾക്കാരുണ്ട്, അതായത് സിനിമയിൽ എത്തുന്നതിന് മുമ്പ് സിനിമ ഇങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ച് സിനിമയുടെ അകത്ത് പോയപ്പോൾ ഇതാണ് സിനിമ എന്നും രണ്ട് രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. ഇപ്പൊ ഞങ്ങളെ പോലെ പുറത്തുനിന്ന് സിനിമയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളോട് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് റിയൽ സിനിമ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? അപ്പോ സിനിമയിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ ചോദിച്ചു. ഞങ്ങളെ പോലെ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കേട്ടില്ലേ? കുട്ടിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഇന്റർവ്യൂ കാണുന്ന എല്ലാരും ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുക. അവള് പേരിൽ തന്നെ സിനിമ ചേർന്നുണ്ട്, ജോസ് പ്രകാശ്. ജോസ് പ്രകാശ് എന്നാണ് അല്ല അത് പേര്. ആ ജോസ് പ്രകാശ് ഇല്ല, പപ്പയുടെ പേര് ജോസ് പ്രകാശ്. പക്ഷെ ആ ജോസ് എല്ലാരും ചോദിക്കുക. അല്ല, പപ്പയുടെ പേര് ജോസ് പ്രകാശ്. പറയൂ നിങ്ങളുടെ സിനിമയിലെന്നല്ല, ഏതൊരു ജോലിയിലേക്കും പ്രവേശിക്കാൻ പോകുന്ന ആളുകൾക്ക് വേണ്ട ഒരു പ്രധാനമായിട്ടുള്ള സഹനം, ക്ഷമ, അർപ്പണബോധം. ഇത് നമ്മൾ ആത്മാർത്ഥത, ഇതൊക്കെ വേണം. അല്ല, അവള് ചോദിച്ചത് എന്താണ്? പുറത്തുനിന്ന് നമ്മളിപ്പം ഡ്രീം സിനിമ ഉണ്ടല്ലോ, ശരിക്കും സിനിമയുടെ അകത്ത് വരുമ്പോഴേക്കും നമ്മൾ ചിന്തിച്ചതും റിയാലിറ്റി തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുന്നവരോട് ഞാൻ പറയുന്നത് ഇതുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ള അഭിപ്രായക്കാരൻ. ക്ഷമ, സഹനം, ആത്മാർത്ഥത. ഇത് എന്ത് പറയും, അതിനകത്തൊന്നും സിനിമയ്ക്കൊന്നും വേണ്ട ആത്മാർത്ഥതയുടെ ഒന്നും ആവശ്യമില്ലെന്ന് പറയും. പക്ഷെ ആത്മാർത്ഥത വേണം. ഒരുപാട് തെറ്റിദ്ധാരണകളായിട്ട് വരാതിരിക്കുക. അഭിനയിക്കാൻ അറിഞ്ഞാലും കുഴപ്പമില്ല, ഇത് മൂന്നും ഉണ്ടായാൽ മതി. ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഇതാ അഭിനയം നമ്മൾ ആരെങ്കിലും ജനിക്കുമ്പോഴേ പഠിച്ചോണ്ടാണ് ജീവിതത്തിലെ നമ്മുടെ സാഹചര്യത്തിലെ ഈ യാത്രക്കിടയിൽ നമ്മൾ ഇതെല്ലാം പഠിക്കുകയാണ്. അതാണ് പറഞ്ഞത്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരും.
ഈ ക്ഷമയും സഹനവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ഇത് പിന്നെ ഓട്ടോമാറ്റിക്കായി ഒരു ആഗ്രഹവും കൂടി അതിനോടൊരു ഒരു തീവ്രമായിട്ടുള്ള അതാണ് ഞാൻ പറഞ്ഞത്. ആത്മാർത്ഥത ആഗ്രഹത്തിനകത്ത് കള്ളത്തരം ഉണ്ടാവാൻ പാടില്ല. അതെ അതെ അല്ല ആത്മാർത്ഥത ഇപ്പൊ റിയാലിറ്റിയും സിനിമയും രണ്ടാണ്. റിയാലിറ്റിയിൽ നമുക്ക് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയൊന്നും നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചു. ചിലപ്പോൾ ഇതിൽ അപ്പുറത്ത് കണ്ടേക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ അതായത് താൽക്കാലികമായ ചില ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ വരാതിരിക്കുന്നത് നല്ലതാണ്. അല്ല ആത്മാർത്ഥം എന്ന് പറഞ്ഞ കറക്റ്റാ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ ഞാൻ നേരത്തെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ വെച്ചാല് ചിലർ വിചാരിക്കും ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. അത് സിനിമ എന്നല്ല ഇപ്പൊ എന്ത് കാര്യങ്ങളാണെങ്കിലും എല്ലാ മേഖലയിലും ഭയങ്കര ഈസി ആണ് എന്ന് വിചാരിച്ചു വരുന്നവരുണ്ട്. ഒരു ചാൻസ് കിട്ടി ഓക്കെ അപ്പൊ ഇനിയും കിട്ടിക്കോളും എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല നമ്മൾ ട്രൈ ചെയ്യുന്നതും പിന്നെ ഇതിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിള് അതിന് ഈ പറഞ്ഞ പോലെ ഒരു ക്ഷമ വളരെ അത്യാവശ്യമാണ്. സഹനമെന്ന് ഞാൻ പറഞ്ഞ വളരെ ഈസിയാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. പ്യൂറായിട്ടുള്ള വാക്കുകളെ പറയുള്ളൂ. അപ്പൊ സംഭവം ഉദ്ദേശിച്ചതാണ് ഇതാണ് അത് ഞാൻ കുറച്ച് ലൈറ്റാക്കി പറഞ്ഞതേ ഉള്ളൂ. വളരെ ഈസി ആണ് എന്ന് വിചാരിച്ചു വരുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതായിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു കറേജ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതും മെയിൻ ഒരു ഫാക്ടർ. ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തത് കിട്ടിയെന്ന് പ്രതീക്ഷിക്കാത്തത് കിട്ടും കേട്ടോ. നമ്മൾ ഈ പണി നിർത്തി പോവാന്ന് വിചാരിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. വേണ്ട നമ്മൾ വിചാരിക്കുന്നൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നമ്മള് ചിലപ്പോ ചിലപ്പോൾ നിറച്ച സീനിൽ അഭിനയിച്ചിട്ടുണ്ടാവും കട്ട് ചെയ്ത് വിട്ട് അങ്ങനെയൊക്കെ അവസരങ്ങൾ വന്നിട്ട് മനസ്സങ്ങ് മടുത്തു പോകും. ചിലപ്പോൾ ഇനി ഞാൻ ഈ പണിയില്ല എന്ന് വിചാരിക്കും. പക്ഷെ അപ്പൊ പിറ്റേ നെക്സ്റ്റ് ടൈമിലായിരിക്കും നല്ലൊരു കോള് വരുന്നത്. അത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാട്ടോ. അല്ല എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഒത്തിരി സൈക്കോളജിക്കൽ ക്ലിനിക്കുകളും ആൾക്കാരെ കൗൺസിലിംഗ് ഒക്കെ പോകുന്നില്ലേ, എനിക്ക് തോന്നുന്നു ഏറ്റവും പെട്ടെന്ന് ഡിപ്രഷൻ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് സിനിമാ മേഖല. അതായത് മറ്റുള്ള മേഖലയ്ക്കൊക്കെ പിന്നെയും കുറച്ചൊരു സമയമുണ്ട്. ഇത് നമുക്ക് ഒരു പടത്തിൽ അഭിനയിച്ചു, അടുത്തൊരു പടം ഉണ്ടോ ഇല്ലയോ കിട്ടുമോ പെട്ടെന്ന് നമ്മൾ രാവിലെ തന്നെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ നന്ദനുണ്ണി മറ്റേ പടത്തിൽ അഭിനയിക്കുന്നു, വിനോദ് ബോസ് ഈ പടത്തിൽ അഭിനയിക്കുന്നു. അങ്ങനെ ഇവർക്കൊക്കെ വയറ് നിറച്ച് പടങ്ങൾ. അപ്പൊ നമുക്ക് പടമില്ലെന്ന് തോന്നുന്നു. അവിടെ പ്രോഗ്രാം നടക്കുന്നു, ശോഭിച്ചേട്ടന്റെ അവിടെ വേറെ ആശാനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ എന്നെ ആരും വിളിക്കുന്നില്ല. അപ്പൊ തന്നെ പയ്യെ ഡിപ്രഷൻ മൂഡിലേക്ക് ആയി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡിപ്രഷൻ മൂഡിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു അല്ലേ? അങ്ങനെ ആവരുത് എന്നുള്ള. അപ്പൊ ചേട്ടൻ ഇപ്പൊ പറഞ്ഞ പോലെ അയ്യോ കൃഷ്ണപ്രഭയ്ക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഒരു കണക്കിൽ അത് ഒന്നും മറക്കലാണ് ശരിക്കും പറഞ്ഞാല്. ബാക്ക് ടു ബാക്ക് സിനിമയൊന്നും നമുക്ക് എല്ലാ കാലം കിട്ടിക്കോണമെന്നില്ല. അപ്പൊ നമ്മൾ ഫ്രീ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വേറെ എന്തെങ്കിലും ആയിട്ട് ബിസി ആവുക. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്റെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസി ആയിട്ടിരിക്കുമ്പോ സിനിമയ്ക്ക് വിളിക്കുമ്പോൾ പോയി ചെയ്യുക. അപ്പോഴും എല്ലായിടത്തും സന്തോഷമായിരിക്കും. അതൊക്കെ സഹിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അത് എല്ലാ ഫീൽഡിലാണെങ്കിലും. നമ്മുടെ SLCക്ക് പോകുമ്പോൾ അതാണ് ഏറ്റവും വലിയ ലൈഫിലെ ടേണിംഗ് പോയിന്റ് പറയും. പിന്നെ അത് പ്ലസ് ടു ഡിഗ്രി ആവും, ഓരോ കാര്യവും അത് അവസാനിക്കില്ല. അത് എന്റെ ചോദ്യമായിരുന്നു, നിങ്ങളിപ്പോ നമുക്ക് കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാ, ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ശരിക്കും എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? SLC കഴിച്ചായിരുന്നോ? ഇല്ല, ഞാനത് അതിന് അന്വേഷിക്കാൻ പോയില്ല. ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയതിന്റെ 3ാമത്തെ ദിവസം ചില നാടകം നമുക്ക് കാരണം അതിനോട് എനിക്ക് അധികം താല്പര്യമില്ലായിരുന്നു. പഠിച്ചൊരു വലിയ ഉദ്യോഗസ്ഥനായി വരണമെന്നൊന്നും എനിക്ക് താല്പര്യം. എനിക്ക് സിനിമയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത് അന്ന് വരെ. അതിന് വലിയ കടമ്പയാണെന്നും അറിയാം. അതിനു വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. ഒരുപാട് ആക്ഷേപങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്റെ നാട്ടിൽ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പള്ളി ഞാനിങ്ങനെ സിനിമാ നടനായിട്ട് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞേച്ച് മദ്രാസിൽ പോയി കിടക്കുന്നു പറഞ്ഞ് നാട്ടിൽ തിരിച്ചു വരുമ്പോഴത്തേനും കളിയാക്കും. അല്ല മദ്രാസിൽ പോയത് എന്തിനാ? ആ സിനിമയിൽ അല്ല അത് ഉണ്ടാക്കുന്നതാണ്. മറ്റേ പ്രേംനസീറിനെ ഔട്ടാക്കാൻ പോയ പാർട്ടി അതേ പോകുന്നത് അങ്ങനെ പറയായിരുന്നു. നമ്മളിത് കേട്ടിട്ട് ഞാനും ചിരിച്ചിട്ട് പോകും. മദ്രാസിലാണെന്ന് പറയുമ്പോൾ പ്രേംനസീറിനെ ഔട്ടാക്കാൻ പോയ പാർട്ടിയാ പോകുന്നത് എന്നുള്ള രീതിയിൽ കളിയാക്കി പറയായിരുന്നു. പക്ഷെ അവരിന്ന് നമ്മളെ ആ രീതിയിൽ അവരെ കാണുമ്പം എനിക്ക് മനസ്സിലൊരു ഒരു തരത്തിലുള്ള ഒരു തോന്നുന്നില്ല. എന്നാലിത് ഇപ്പൊ ഭയങ്കര നടനായിരിക്കും. രമേശ് ചേട്ടൻ ഇപ്പോ മദ്രാസിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അത്യാഗ്രഹത്തോട് പോയി. രമേശ് ചേട്ടന്റെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടായത് എവിടെ നിന്നാണെന്നാണ് ചോദിച്ചത്. അതെ അല്ല ഇപ്പൊ ഈ SLCയുടെ കാര്യം പറയാനുള്ള കാരണം ശരിക്കും റിയൽ ലൈഫിൽ എന്താ ടേണിംഗ് പോയിന്റ്? ഇപ്പൊ ഞങ്ങൾക്ക് നോക്കുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ പറയണം, ഞങ്ങൾ കേൾക്കുന്നത് ഇതൊക്കെയാണ് ടേണിംഗ് പോയിന്റ് എന്നാ. വർഷങ്ങളായിട്ട് ഇത് സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നു. ശരിക്കും ടേണിംഗ് പോയിന്റ് ലൈഫിൽ എന്തായിരിക്കും? അല്ല ഈ ഇത് തന്നെ ഒരു പോയി അങ്ങനെ പോയിട്ട് രക്ഷയില്ല മടങ്ങി വീട്ടിൽ പോകുന്നു.
എനിക്ക് മൊത്തം ട്രെയിനിങ് ആയിരുന്നു, പോയിന്റ് ഇതുവരെ അല്ല അങ്ങനെ ആണ് കാർബൺ സിനിമയിൽ ഈ അടുത്ത കാലത്ത് അഭിനയിക്കാനായിട്ട് 75-ൽ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, മുഖം കാണിച്ചിട്ടുണ്ട്, താലപ്പൊലി എന്ന് പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ. അപ്പം അങ്ങനെ വന്നിട്ട് ഈ കാർബണിനകത്ത് അഭിനയിച്ചു, ഒരു സീൻ ചെയ്തു. അത് കണ്ടിട്ടാണ് എന്നെ അയ്യപ്പനും കോശിയിലേക്ക് വിളിക്കുന്നത്. അത് ശരിക്കും ടേണിംഗ് പോയിന്റ് തന്നെ. അത് ഒരിക്കലും അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഈ കാർബൺ തന്നെ നടക്കാതെ തെന്നിപ്പോയതാ ഇതായിട്ട്. എന്റെ അവര് വിളിച്ച സമയത്തിന് എനിക്ക് നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു, പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അവർ 2 ദിവസം കൂടെ നീട്ടി എനിക്ക് വേണ്ടി ആ വേഷം തന്നു. അതാണ് അതിന്റെ അത്ഭുതം. നിങ്ങൾ പറയും. എന്റെ ടേണിംഗ് പോയിന്റ് ഞാൻ മിക്കവാറും ജിത്തു സാറിനോട് ജോയിൻ അന്ന് ട്രെയിനിങ് ആയി. അതാണ് ഉറപ്പായിട്ട് ഞാൻ സാറിനോട് ജോയിൻ ചെയ്ത് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി. അത് തന്നെയാണ്. എനിക്ക് സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ ഇപ്പം എന്താ, ഞാനിപ്പോൾ 2 മേഖലയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അഭിനയമുണ്ട്, ഡബിങ്ങും ഉണ്ട്. അപ്പോൾ രണ്ടിലെയും ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കൊരു ടേണിംഗ് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 2 രീതിയിലാകാം. ഒന്ന്, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. നമ്മൾ എത്ര കഴിവുള്ള ഒരാളാണെങ്കിലും അയാൾക്കത് ആ കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണ്ടേ. ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് നമുക്കൊരു ടേണിംഗ് പോയിന്റ് ആണ്. അപ്പോൾ എൻ്റെ ആദ്യ സിനിമ എനിക്കൊരു ടേണിംഗ് പോയിന്റ് ആണ്. അല്ലെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് ഡബ് ചെയ്യാൻ കിട്ടിയത് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇനി അതിനപ്പുറത്ത് വേറൊരു ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്ത ഒരു വർക്ക് ഹിറ്റാവുക, നമ്മളെ ആളുകൾ അറിഞ്ഞു തുടങ്ങുക, അതും ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എനിക്ക് 4 കാര്യങ്ങൾ പറയേണ്ടി വരും. ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ നമുക്ക് പാർക്കാൻ എന്ന സിനിമ അജി ജോൺ സംവിധാനം ചെയ്ത സിനിമ. ആദ്യമായിട്ട് ഡബ് ചെയ്ത നാരായണത്ത് തമ്പുരാൻ വിജി തമ്പി ഡയറക്റ്റ് ചെയ്ത സിനിമ. പക്ഷേ ഡബിങ്ങിൽ എന്നെ അറിയപ്പെട്ടത്, അതായത് മലയാള സിനിമയിൽ ശോഭി തിലകൻ എന്നൊരു ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് അറിയപ്പെട്ടത് ബാലേട്ടൻ എന്ന സിനിമയാണ്. അതൊരു ടേണിംഗ് പോയിന്റ് ആണ് എൻ്റെ. അഭിനയത്തിൻ്റെ കാര്യത്തിൽ എന്നെ ഞാൻ രജിസ്റ്റർ ആയത് വരത്തൻ എന്ന സിനിമ, അമൽ നീരദ് സംവിധാനം ചെയ്ത സിനിമ. അതും എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇതാണ് ഈ കരിയറിൽ എൻ്റെ ടേണിംഗ് പോയിന്റ്. ഇതൊക്കെ തന്നെ, ഇതുപോലെയൊക്കെ തന്നെയാണ്. റിപ്പീറ്റ് ആണ്. ഈ എന്താ പറയുക, ഈ വലയെന്ന് പോയാലും കുളത്തിന്ന് പോരെന്ന് പറയുന്ന പോലെ ഈ രംഗത്തിനുള്ള താല്പര്യം കൊണ്ട് ഇതുപോലെ എല്ലാ പരിപാടികളും ചെയ്യാറുണ്ട്. ഡബിങ് പോകും, ആഡ് ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ പോകും, ആഡ് ഫിലിമിന് കോപ്പി എഴുതാൻ പോകും, എല്ലാ പരിപാടിയിലും കാസ്റ്റിംഗ് ഡയറക്ഷൻ ചെയ്യാൻ പോകും, അഭിനയിക്കാൻ പോകും. അപ്പോൾ ഇത് നമ്മൾ ഇതിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ്. കാരണം ഈ രംഗത്തുനിന്ന് പുറത്തു പോകരുത്. അപ്പൊ ഇതിന് പണിയില്ലെങ്കിൽ അതിൽ പണി, അതിൽ പണിയില്ലെങ്കിൽ ഇതിൽ പണി, അങ്ങനെ 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 അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ ബിസിയാക്കി വെക്കാന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനെ ടേണിംഗ് പോയിന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് ഇനി യെറ്റ് ടു കം എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് ആക്ടിങ്ങിൽ ഒത്തിരി താല്പര്യമുള്ള ഒരാളാണ്. ഒത്തിരി നല്ല വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നല്ല നല്ല സംവിധായകരുടെ പടങ്ങളിൽ നല്ല വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെനിക്കൊരു ടേണിംഗ് പോയിന്റ് ആവട്ടെ എന്നുള്ളത്. അതെ അതെ, ദിനേശന്റെ സെയിം അഭിപ്രായം എനിക്കും യെറ്റ് ടു കം തന്നെയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതും ഒരു നന്ദിയോടുകൂടി എപ്പോഴും ഓർക്കുന്നതും, നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഫീൽഡിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്, മറ്റു ഞാൻ ചെയ്യുന്ന എൻ്റെ ഡാൻസും പാട്ടും പെർഫോമൻസ് എന്നുള്ളത് ഓൺ സ്റ്റേജിൽ ഞാൻ ചെയ്യുന്നത്, അതെപ്പോഴും ലൈവായി ഇരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഞാൻ ഇപ്പോൾ പലപ്പോഴും ഞാൻ ആലോചിക്കും, നമ്മുടെ കൂടെ തുടങ്ങിയവർ ചിലപ്പോൾ ഇപ്പോഴും അപ്പോഴൊക്കെയാണ് നമ്മൾ നിൽക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ മടുത്തിട്ട് ഇട്ടിട്ട് പോകും. അപ്പം നമ്മൾ ആദ്യം സംസാരിച്ച കാര്യം പറഞ്ഞു, മടുത്ത് ഇനിയൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകും. പക്ഷെ നമ്മളെ ക്ഷമയോട് കൂടി നിൽക്കുന്നു, നമ്മളെ ഇവരെ പോലുള്ള ഒരു ടീം നമ്മളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ലൈവായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, ഇത്രയും വർഷമായിട്ടാണേലും ഇനി ഒരു സീനോ 10 സീനോ 20 സീനോ നമ്മളുണ്ടോ ഇവിടെ, അതാണ് മെയിൻ കാര്യം. അതല്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിരുന്ന് ടേൺ ചെയ്ത് എവിടെയെങ്കിലൊക്കെ പോയിന്റായിട്ട് വന്നോളും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജിത്തി സാർ എന്ന ഒരു ഉപദേശം ഉണ്ടോ ഡയറക്ഷനിലേക്ക് വരുന്ന സമയത്ത്? അല്ല, അങ്ങനെ ഉപദേശമൊന്നും തന്നൊന്നുമില്ല. അങ്ങനെ എന്താ സാറ് ഒരു വിശ്വാസം, അല്ല ഉപദേശം ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പോലെ, നീ നിന്റെ സ്റ്റൈലിൽ തന്നെ ചെയ്യുക, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക, അതാണ്. അല്ലാതെ പ്രത്യേകം സാറിന്റെ ഉപദേശങ്ങളൊന്നും പറഞ്ഞില്ല. പിന്നെ സാറ് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ആദ്യ സിനിമയല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സീൻ കൺസീവ് ചെയ്യുമ്പോഴേ നീ പ്ലാൻ ചെയ്തിട്ട് ഷോട്ടുകൾ കാണും, എന്നാലും 2-3 ഷോട്ടുകളൊക്കെ എക്സ്ട്രാ എടുത്ത് വെച്ചോ, നമുക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ് ടേബിളിലൊക്കെ എന്തെങ്കിലും ആവശ്യം വരും. കാരണം സാറിന് ഡിറ്റക്റ്റീവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. സാറ് സമയം അന്ന് അധികം ഇല്ലാത്തത് കൊണ്ട് വളരെ ഷോർട്ടായിട്ട് എടുക്കും. പക്ഷേ സാറിന് ചിലപ്പം എഡിറ്റ് ചെയ്ത് വന്ന സമയത്ത് എനിക്ക് 1-2 ഷോട്ടുകൾ വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് കട്ട് വിളിക്കരുത്. നമുക്കൊരു മ്യൂസിക് സ്പേസ് ഒരു 2 സെക്കൻഡ് ഇട്ടിട്ടേ കട്ട് വിളിക്കാൻ പാടുള്ളൂ. കാരണം സാറിനും അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. നമുക്ക്
ടക്കെന്ന് പറഞ്ഞ് കട്ടായി പോകും. അങ്ങനത്തെ 1-2 പരിപാടികളൊക്കെ വന്നിട്ടില്ല, ഒന്നുമില്ല. അതൊരു വലിയ വാലിഡ് പോയിന്റ് ആണ് പറഞ്ഞത്. അതൊരു കിട്ടാവുന്ന ഒരു വലിയ അഡ്വൈസ് ആണ്. കാരണം ചിലപ്പോൾ നമ്മൾ ഈ സീൻ തീർക്കുന്ന ധൃതിക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 4 ഷോട്ട് വെച്ചിട്ട് തീർത്ത് കഴിയുമ്പോൾ പിന്നെ ഇതിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത് എഡിറ്റിംഗ് ടേബിളിൽ ചെല്ലുമ്പോഴാണ്. ഒരു മ്യൂസിക് കൊടുക്കണം, അവിടെ ഒരു ഫീല് കിട്ടണമെങ്കിൽ പെട്ടെന്ന് കയറി കട്ട് വിളിച്ചു, അപ്പോൾ അവിടെ ഗ്യാപ്പില്ല, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഷോട്ട് ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു വലിയ സംഭവമാണ്. അത് തെറ്റായാലും ശരിയായാലും 2-3 ഷോട്ട്സുകൾ ഇടയ്ക്ക് എടുത്തു വെച്ചാൽ യൂസ് ചെയ്യാമല്ലോ. കാരണം നമ്മൾ അപ്പം കൂടുതൽ പൈസ ഒന്നും നമുക്ക് ചെലവ് വരുന്നില്ല, ആ ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ തന്നെ ചെയ്തു പോകാണല്ലോ. ഷൈനെ കുറിച്ചൊന്ന് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം ഞാൻ വേറെ ഇന്റർവ്യൂ കേട്ടിട്ടുണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ് റിയാക്ഷൻസ്. അയ്യോ പുള്ളി ഗംഭീര ആർട്ടിസ്റ്റ് ആണ്. പുള്ളി നമ്മളങ്ങനെ എന്താ കുറെ എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു മലയാള സിനിമ. എന്താ ഭയങ്കര കംഫർട്ടാണ്. നമ്മുടെ ഈ പുറത്ത് ഇവർ പറഞ്ഞ പോലെ പുറത്ത് കേൾക്കുന്ന പോലെ ഒന്നും അല്ല ആള്. ഭയങ്കര കംഫർട്ട്, നമ്മൾ പറയുന്നത് ചെയ്യുള്ളൂ, അങ്ങനെ ഇടപെടുള്ളൂ, അങ്ങനെ പരിപാടികളൊന്നുമില്ല. കറക്റ്റ് സമയത്തെത്തുന്നു, ചെയ്തിട്ട് പോകുന്നു. ഭയങ്കര സൈലന്റ് ആണ്, ഭയങ്കര കാമാണ്. നല്ല ആർട്ടിസ്റ്റാണ്, അതാണ് നല്ല പെർഫോമറാണ്. ആസ് എൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഷൈൻ്റെ ഒരു വലിയ ഗ്രോത്ത് നമുക്ക് ഈ സിനിമയിൽ കാണാൻ കാണാൻ പറ്റുന്നുണ്ട്. ഗ്രോത്ത് മാത്രമല്ല, പക്വത. അതാണ് ഞാൻ പറഞ്ഞത്. അവൻ അതാണ് എനിക്ക് ഞെട്ടിക്കുകയാണ് ചില സീനിലൊക്കെ. ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറയില്ലേ, ഇപ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ നമ്മൾ ആ സീൻ വായിക്കുമ്പോൾ അവരെ കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ വായിക്കുന്നത്. ലൊക്കേഷനിൽ നിന്ന് വായിക്കുന്നു, ഓക്കെ ഇത് ഈ ഡയലോഗിനോ മറ്റോ ഇങ്ങനെ ആയിരിക്കും പറയാം. അപ്പം നമ്മൾ ഡയലോഗ് പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് പറയുന്ന ആൾ എന്തായിരിക്കും പറയുന്നത്, അവരുടെ രീതിയിലൊന്നും നമ്മൾ പറഞ്ഞൊക്കെ നോക്കിയാണ് നമ്മൾ വെക്കുന്നത്. എൻ്റെ രീതിയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ വേറെ ലെവലിലാണ് ഷൈൻ പെർഫോം ചെയ്തത്. അത് ഭയങ്കര നമുക്ക് സത്യം പറഞ്ഞാൽ ഷൈൻ്റെ ഇതിനു മുമ്പുള്ള സിനിമകൾ, ഞാൻ ഷൈൻ പോലീസ് വേഷം ചെയ്യുന്ന പടം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറെ പടങ്ങൾ കണ്ടതിനകത്ത് എല്ലാം ഈ പറഞ്ഞ യങ്സ്റ്റർ എന്നുള്ള ലെവലിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും ഡയലോഗ്സും ഒക്കെയാണ്. പക്ഷേ ഒരു ബോൾഡായിട്ടൊരു പോലീസ് ഓഫീസർ എന്നുള്ള ലെവലിൽ ഷൈനെ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ആ ഒരു പയ്യൻ പോലീസ് വേഷം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള നമ്മുടെ ധാരണ. പക്ഷെ അതല്ല, അതിനെ മാറ്റിമറിച്ച പുള്ളിയുടെ ശരിക്കും ആ ഒരു പക്വത, ഒരു വളരെ ബോൾഡായിട്ടുള്ളൊരു പോലീസ് ഓഫീസറായിട്ട് നമ്മളടുത്ത് ആ സീനിൽ ബിഹേവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഒരു ഇൻബോൺ ആർട്ടിസ്റ്റ് തന്നെയാണ് അദ്ദേഹം. ആൻഡ് ഷൈൻ ചേട്ടൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പെർഫോമൻസ് കാണാനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. സോ ഒരു ഗംഭീര സിനിമയായിട്ട് മാറട്ടെ. ട്രെയിലർ കാണാൻ ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് ഈ സിനിമയ്ക്ക്. തിയേറ്ററിൽ ഒരു വലിയ വിജയമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവിധ അതോടൊപ്പം തന്നെ സമീപ ഭാവിയിലേക്ക് ഇദ്ദേഹം സിനിമയിലേക്ക് അടുത്ത സിനിമയിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റട്ടെ. അതെ അതെ ഞങ്ങളെ വിളിക്കണം കേട്ടോ. അത് കുറച്ചുള്ള ഉത്തരം നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ഷോയിൽ ഉണ്ടാവും. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവരും വന്ന് സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. ഇവിടെ പറയാനുണ്ട്, തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണണം. ഓക്കെ, താങ്ക് യു.